ഇൻസ്റ്റന്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പല ജില്ലകളിലും രാവിലെ കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉച്ചകഴിഞ്ഞ് മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തു നിന്നും വയനാട് ജില്ലയിലേക്ക് വരുന്ന യാത്രക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കൊട്ടിയൂർ പാൽ ചുരം വഴി മാനന്തവാടിയിലേക്ക് പ്രവേശിക്കുന്ന പാൽ ചുരം താൽക്കാലികമായിട്ട് റോഡ് നിരോധിച്ചിരിക്കുകയാണ്. അപകട മേഖലയാണ്. ജനങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം അതുവഴി യാത്ര പോവുക. അല്ലാത്ത ആളുകൾ പേരിയ ചുരം വഴി വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പല മേഖലകളിലായിട്ട് മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത വേണമെന്നുള്ള കർശന നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിനും ഉരുൾപൊട്ടാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തുക. വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും പുഴയോരത്തും താമസിക്കുന്ന ജനങ്ങൾ കടുത്ത ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷെയർ ചെയ്തു കൊടുക്കുക.